പ്രിയ സുഹൃത്തെ, ഒരു മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷം നമ്മളെ അക്കൗണ്ടിലേക്ക് നമ്മൾ സാലറി ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. എന്നാൽ ഈ സന്തോഷം എത്രത്തോളം നിലനിൽക്കാറുണ്ട്? ഇപ്പോൾ ഏകദേശം ആ മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമാവുന്ന സമയത്ത് ഈ വന്ന പൈസ എവിടെ പോയി എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ താങ്കൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം വിദേശത്ത് പോകുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അടുത്തൊരു 5 വർഷം ഞാൻ വിദേശത്ത് പോയതിന് ശേഷം കുറേ പൈസ ഞാൻ കഠിനാധ്വാനം ചെയ്ത് നേടും, അതിനുശേഷം അത്യാവശ്യം നല്ലൊരു സമ്പാദ്യമായിട്ട് ഞാൻ തിരിച്ചു വരും. ഈ 5 വർഷം എന്നുള്ളത് 10 15 20 എന്നിട്ട് എന്തായി? നിങ്ങൾ ഉദ്ദേശിച്ച സമ്പാദ്യം നിങ്ങൾക്ക് നേടാൻ സാധിച്ചു. ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം താങ്കൾ ആദ്യമായിട്ട് വിദേശത്ത് ചെന്ന സമയത്ത് താങ്കളുടെ സാലറി എത്രയായിരുന്നു? ഇന്ന് ആ സാലറി എത്രയാണ്? ഇപ്പം ഈ പറഞ്ഞ 5 10 15 വർഷത്തിനുള്ളിൽ താങ്കളുടെ സാലറി പല മടങ്ങായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അന്നും താങ്കൾക്ക് നിക്ഷേപിക്കാൻ സാധിച്ചില്ല, ഇന്നും താങ്കൾക്ക് നിക്ഷേപിക്കാൻ സാധിച്ചില്ല. എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ പ്രശ്നം താങ്കൾ സോൾവ് ചെയ്തില്ലെങ്കിൽ അടുത്ത 5 വർഷമോ 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം താങ്കൾക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസ് ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. നിരവധി വർഷങ്ങൾ, അതായത് 5 10 15 വർഷം കഠിനമായിട്ട് പണിയെടുത്തിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം നേടാൻ താങ്കൾക്ക് സാധിച്ചിട്ടും വേണ്ടത്ര രീതിയിലുള്ള സമ്പാദ്യം നേടാൻ താങ്കൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം താങ്കളുടെ ഹാബിറ്റിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ്. എന്താണ് ഹാബിറ്റ്? ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ 2007 ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ഏകദേശം ഞാൻ 5 വർഷത്തോളം ആംവേ എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഞാൻ ജോലി ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ തുടക്കകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഇവിടെ എൻ്റെ വരുമാനം വന്നതിന് ശേഷം എൻ്റെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിക്ഷേപിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തുടക്ക സമയത്തിൽ ഉണ്ടായിരുന്ന വരുമാനത്തെക്കാൾ പല മടങ്ങായി എൻ്റെ വരുമാനം. പക്ഷെ എൻ്റെ പക്കൽ സമ്പാദ്യമൊന്നുമില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. അത് ആ ഒരു പ്രിൻസിപ്പിൾ, അതായത് ഇതൊരു ഗോൾഡൻ റൂളാണ്. അതായത് ആ ഒരു ഗോൾഡൻ റൂളിന്റെ പേരാണ് പേ യുവർ സെൽഫ് ഫസ്റ്റ്. അതായത് ആദ്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പേ ചെയ്യുക. പേ യുവർ സെൽഫ് ഫസ്റ്റ്. ഈ ഒരു ഗോൾഡൻ റൂൾ മനസ്സിലാക്കിയതിന് ശേഷം, ഈ ഗോൾഡൻ റൂളിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുമാനം വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ ആദ്യം തുക ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള സംഭവത്തിൽ നിങ്ങളെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക എന്ന് ഞാനിത് മനസ്സിലാക്കി. ഇത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയോ, അന്ന് മുതൽ എൻ്റെ സമ്പാദ്യത്തിൽ വളർച്ച വരാൻ സാധിച്ചു. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ സാധാരണ രീതിയിൽ പറയുന്ന ഏറ്റവും പ്രധാന ഒരു കാര്യം, ഇപ്പം നമുക്കൊരു 100 രൂപ വരുമാനം കിട്ടിയാൽ 30 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയിട്ട് ബാക്കി 70 രൂപയിൽ ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം കൺട്രോൾ ചെയ്യണമെന്നാണ്. എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എനിക്ക് ഈ 30 രൂപ ഒന്നും എനിക്ക് മാറ്റാനൊന്നും പറ്റിയില്ല. എനിക്ക് 10% എനിക്ക് തുടക്കത്തിൽ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഏകദേശം 65% എൻ്റെ വരുമാനത്തിൻ്റെ 65% ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പലപ്പോഴും നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് നേടാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് എന്നത് ഒരു ഹാബിറ്റാണ്.
ഇപ്പൊ നമ്മളുടെ പക്കൽ ഇപ്പൊ ഒരു 1000 രൂപ കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു 200 300 എടുത്ത് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ താങ്കൾക്ക് 10,000 ലക്ഷങ്ങളോ കിട്ടിക്കഴിഞ്ഞാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഹാബിറ്റാണ്. ഇപ്പൊ താങ്കൾ തന്നെ ഒന്ന് വിചാരിച്ചാൽ മതി, താങ്കൾക്ക് ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് എത്ര വരുമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര വരുമാനമുണ്ട്? അന്ന് ജീവിച്ചതിനേക്കാൾ ചിലപ്പോൾ സൗകര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് നിക്ഷേപിക്കാൻ മാറ്റാൻ നമ്മുടെ പക്കൽ തുകയില്ല. അപ്പൊ അതിനർത്ഥം ഇതൊരു ഹാബിറ്റിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മുടെ സ്കൂൾ സമ്പ്രദായം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അവരെല്ലാവരും പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം. ഇപ്പൊ നമ്മുടെ സ്കൂൾ സമ്പ്രദായത്തിലാണെങ്കിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ട്, ബയോളജി പഠിപ്പിക്കുന്നുണ്ട്, സുവോളജി പഠിപ്പിക്കുന്നുണ്ട്, ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം പഠിപ്പിക്കാണ്ട്. ഇതെല്ലാം പഠിച്ചിട്ട് ഇപ്പൊ നിങ്ങളെല്ലാം ഇതെല്ലാം പഠിച്ചാണ്. ഇതെല്ലാം പഠിച്ചിട്ട് ഈ പഠിച്ച കാര്യങ്ങളിൽ എന്ത് കാര്യം സ്വന്തം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? എന്നാൽ നമ്മളെ സ്കൂൾ സമ്പ്രദായമൊന്നും നമ്മളെ പഠിപ്പിക്കാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് പണം നിങ്ങൾ സമ്പാദിക്കണമെന്ന് പറഞ്ഞു, എന്നാൽ സമ്പാദിച്ച പണം എങ്ങനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ നമുക്ക് കിട്ടിയ ശീലം, അതായത് കിട്ടുന്ന പൈസ മൊത്തം ചെലവഴിക്കുക, അതാണ് നമ്മൾ കണ്ടു വളർന്നത്. അത് തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മളെ മക്കളെ എല്ലാം നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ വരുമാനം ഏൺ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നിക്ഷേപിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് ഇപ്പോൾ 10 വയസ്സുള്ള, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനാണുള്ളത്. അപ്പോൾ അവന് ഏകദേശം കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് അവന് ചെറിയൊരു ഡ്രോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആമസോണിൽ നിന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ കാണിച്ചു തന്ന ഒരു ഡ്രോണിന് ഏകദേശം ഒരു 1500 രൂപ. ഞാൻ അവൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വാങ്ങി കൊടുക്കില്ല. ഞാൻ കുറച്ച് നാൾ എന്തെങ്കിലും ടാസ്ക്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ, മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഞാനത് വാങ്ങിക്കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഇപ്പം എൻ്റെ മോന് ഞാൻ ഈ ഡ്രോൺ വാങ്ങിക്കൊടുത്തു. ഒറ്റ ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ അത്, കാരണം വളരെ വില കുറഞ്ഞൊരു ഡ്രോണായിരുന്നു, ഒരു 1500 രൂപ ഡ്രോണായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഏകദേശം അതിൻ്റെ പരിപ്പെല്ലാം ഇളകി. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവനിങ്ങനെ ഈ ഡ്രോണിന് അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം, ഈ സാധനം വേണം. അങ്ങനെ നോക്കി അവനൊരു ഡ്രോൺ കണ്ടെടുത്ത്, DJയുടെ നിയോൺ ഡ്രോൺ, അതായത് അത്യാവശ്യം നല്ല ഒരു കമ്പനിയുടെ ഡ്രോണാണ്. ഏകദേശം അതിൻ്റെ വില നോക്കുമ്പോൾ ഏകദേശം ഒരു 60,000 രൂപ വിലയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഈ ഡ്രോൺ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങി തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈവൻ എനിക്ക് ആ ചോദിച്ച സമയത്ത് വേണമെങ്കിൽ അവന് വാങ്ങിക്കൊടുക്കാം എന്നുള്ള കപ്പാസിറ്റിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴൊന്നും വാങ്ങിക്കൊടുത്തില്ല. ഞാൻ അവനെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കൊടുത്തു. എടാ, നിനക്ക് ഡ്രോൺ വാങ്ങാം, പക്ഷെ ഈ പൈസ ഞാൻ തരില്ല, നീ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. അപ്പം ഞാൻ അതിനു വേണ്ടി അവന് ഞാനൊരു ലക്ഷ്യം, അതായത് 2027 നവംബറിൽ നമുക്ക് ഈ ഡ്രോൺ വാങ്ങാം. അന്ന് ഏകദേശം ഒരു 60,000 രൂപ നീ സമ്പാദിച്ചതിന് ശേഷം നമുക്ക് ഈ ഡ്രോൺ വാങ്ങാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഇവന് ഇങ്ങനത്തെ ഒരു ലക്ഷ്യം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ സമ്പാദിക്കാനുള്ള ഒരു റോഡ് മാപ്പ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഞാനിപ്പോൾ ഡെയിലി അവൻ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കണം, അതിനുശേഷം ഇന്നത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ഏകദേശം ഒരു ദിവസം 17 ടാസ്കുകൾ അവന് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ആ 17 ടാസ്കിൽ ഏകദേശം ഒരു 90% മേലെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് 100 പോയിന്റ് കിട്ടും. 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. 1 രൂപയാണ്. 90%-ൽ 70%-ന് 90%-ന് ഇടക്കാണെങ്കിൽ 50 പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. ബിലോ 70% ആണ് 0 പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ടാസ്കുകൾ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു സംഭവം കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിനുശേഷം ഞാൻ വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ 7 ദിവസവും 90% മേലെ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 രൂപ എക്സ്ട്രാ നിനക്ക് തരാം. അതായത് 700 + 300 എന്ന് പറഞ്ഞാൽ 1000 രൂപ. ഒരാഴ്ചയിൽ 1000 രൂപ നിനക്ക് ഏൺ ചെയ്യാം.
ഇനി ഒരു മാസത്തിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മന്ത്ലി ഒരു 2000 റുപ്പീസും കൂടി എക്സ്ട്രാ തരാം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ നേരത്തെ ഓരോ കാര്യത്തിനും അവനെ ഞാൻ നിർബന്ധിക്കണമെങ്കിൽ ഇന്നിപ്പോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം വീക്കെൻഡ് ആവുന്ന സമയത്ത് ആ ദിവസം ആ ആഴ്ചയിൽ ഏൺ ചെയ്ത 1000 രൂപ ഞാൻ അവന് ക്യാഷ് ആയിട്ട് അവന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇപ്പൊ മോന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എടാ ഈ 1000 രൂപ ഞാൻ തരുന്നത് ഇത് മൊത്തം ചെലവഴിക്കാൻ വേണ്ടിയല്ല. ഈ പൈസ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്? ഈ 1000 രൂപയിൽ നീ ആദ്യം എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഒരു 100 രൂപ ഗിവൺ ബാക്ക് ടു സൊസൈറ്റി, അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നീ വിനിയോഗിക്കണം. ഇതിൽ നിന്ന് ഏകദേശം ഒരു 300 രൂപ അവന്റെ പേരിൽ ഒരു SIP ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവത്തിലേക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ആ ഒരു സംഭവത്തിലേക്ക് മാറ്റണം. ബാക്കി വരുന്ന 600 രൂപ ഇത് നിന്റെ ഡ്രോൺ ഫണ്ടായിട്ട് നീ ബാങ്കിൽ നീ സൂക്ഷിക്കുക. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ 60,000 രൂപ എത്തുന്ന സമയത്ത് നമുക്ക് ഡ്രോൺ വാങ്ങാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലെ ഞാൻ ഇവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കിട്ടണ പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ വളരെ വളരെ ഹാപ്പി ആയിട്ട്, വളരെ എക്സൈറ്റഡ് ആയിട്ട്, കാരണം ഇവന് ആ ഡ്രോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ സ്വപ്നം ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ നേരത്തെ ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഓരോ കാര്യങ്ങളും ഇന്നിപ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് നമ്മളെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഇത്ര നാള് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കിട്ടുന്ന പൈസ മൊത്തം ചെലവഴിച്ച് ആണ് നമ്മൾ ശീലിച്ചത്. അതിൽ നിന്ന് മാറി ഒരു പണം വന്ന സമയത്ത് അതിൽ നിന്ന് ഒരു സർട്ടൻ എമൗണ്ട് എടുത്ത് നിക്ഷേപിച്ചതിന് ശേഷം, തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് 30% 40% ഒക്കെ മാറ്റാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. 5% ഉണ്ടെങ്കിൽ 5% അത് മാറ്റി അതിനുശേഷം ഗ്രാജുവലി ആ പെർസെൻറ്റേജ് കൂട്ടി വരാൻ താങ്കൾക്ക് സാധിച്ചാൽ, അടുത്തൊരു 5 വർഷം 10 വർഷം 15 വർഷം കഴിയുന്ന സമയത്ത് താങ്കൾക്ക് അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നത് എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് ഈ തരത്തിൽ പണം മാറ്റാൻ നമുക്ക് തടസ്സമായിരിക്കുന്ന വലിയൊരു വില്ലനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാം സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം നിക്ഷേപ സംബന്ധമായ എന്തെങ്കിലും സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിൽ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്.